ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ്. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. AD 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഇനി ഇത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യന്മാർക്ക് കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള ഒരു വാണിജ്യപാത കണ്ടെത്തുക ആവശ്യമായി വന്നു. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ഡച്ചുകാർ. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം: പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരളത്തിലെത്തിയത്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. അടുത്തതായി നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ഫാക്റ്റുകൾ നോക്കാം. അതായത് ഓരോ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത് രാജ്യക്കാരാണെന്ന് നോക്കാം. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ, പരന്തീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ, ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലൻഡുകാർ, വെള്ളക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ, യവനർ എന്നറിയപ്പെടുന്നത് ഗ്രീക്കുകാർ, ഷീമക്കാർ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാർ.